ഇന്നത്തെ ധ്യാനം വിശുദ്ധ മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ്. ചിന്താവിഷയം മാമോദീസായിലൂടെ ക്രിസ്തുവിലെ സ്വത്വബോധം, ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് മാർക്ഡ് ബൈ ബാപ്റ്റിസം. അതിന് അടിസ്ഥാനമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആദാം പറുദീസിൽ ശാപം കൈയേറ്റു, നിങ്ങളോ വെള്ളത്താൽ മഹത്വം കൈക്കൊണ്ടു. വാടാമുടിയെ നിങ്ങൾ ശിരസിൽ വച്ചല്ലോ, പാടിടുവിൻ നിങ്ങൾ അധരത്താൽ സ്തോത്രം. സ്നാനാമക്കളെ പോവിൻ, സമാധാനത്തോടെ നിങ്ങളെ കാത്തിടും മശിഹായെ വന്ദിപ്പിൻ. നമ്മുടെ ഈ ലോകത്തിലെ സ്വത്വം, ഐഡന്റിറ്റി എന്നത് നമ്മുടെ കുടുംബ പേര്, നമ്മുടെ റിലീജിയൻ, ജോലി അല്ലെങ്കിൽ സമൂഹം നൽകുന്ന പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും യഥാർത്ഥവും മാറ്റമില്ലാത്തതുമായ സ്വത്വം, ഐഡന്റിറ്റി നിർണയിക്കപ്പെടുന്നത് വിശുദ്ധ മാമോദീസായിലൂടെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായ നിക്കോദിമോസിനോട് യേശു പറയുന്നത് ഈ രണ്ടാമത്തെ ജനനത്തെക്കുറിച്ചാണ്. മാമോദീസ എന്നത് കേവലം സഭയിലെ ഒരു ചടങ്ങോ പേരിടൽ രീതിയോ അല്ല, മറിച്ച് അത് ശിഷ്യത്വത്തിന്റെ ആരംഭവും ക്രിസ്തുവിലുള്ള പുതിയ ജനനവും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവുമാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്കും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും നടന്നു കയറാൻ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപയുടെ വാതിലാണ് വിശുദ്ധ മാമോദീസ. ഇത് പരമ്പരാഗതമായ ആചാരത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു അനുഭവമോ വെറുമൊരു ചടങ്ങോ അല്ല, മറിച്ച് സ്വർഗവും ഭൂമിയും കൈകോർക്കുന്ന അനുഭവത്തിൽ ഒരു പൈതൽ ദൈവരാജ്യത്തിലേക്ക് പുതിയ ജനനം പ്രാപിക്കുന്ന ദൈവീക നിമിഷത്തിന് സാക്ഷികളാകുന്നതാണ് ഓരോ മാമോദീസായിലൂടെയും നടക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, ഒരുത്തൻ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്നില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യവും വിശുദ്ധ മാമോദീസ ശുശ്രൂഷ ക്രമവും അതൊരു ചടങ്ങിനു വേണ്ടിയുള്ള ക്രമമല്ല, മറിച്ച് കൂദാശയുടെ ഓരോ നിമിഷത്തിലും ആഴമേറിയ ദൈവശാസ്ത്ര സത്യങ്ങളും ആധ്യാത്മിക രഹസ്യങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കൃപയുടെ സങ്കേതമാണ്. ജലത്തിന്റെ വിശുദ്ധീകരണം മുതൽ മൂറോന്റെ രാജകീയ അഭിഷേകം വരെയും, സാത്താനെ ഉപേക്ഷിക്കുന്നത് മുതൽ ജ്ഞാനമാതാപിതാക്കൾ കുഞ്ഞിന്റെ കൈപിടിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് വരെയുമുള്ള ഓരോ നിമിഷവും ഈ കൂദാശയിലൂടെ സംസാരിക്കുന്നത് ദൈവത്തിന്റെ അളവറ്റ സ്നേഹത്തെക്കുറിച്ചാണ്. വിശുദ്ധ മാമോദീസ ശുശ്രൂഷയോടുകൂടി സാധാരണയായി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് പ്രസവ സ്തോത്രം. മാർത്തോമ സഭയ്ക്ക് മാത്രമാണ് ഈ ശുശ്രൂഷ. ഇതൊരു താങ്ക്സ് ഗിവിംഗ് സർവീസാണ്, നന്ദി അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ്. ഈ കൂദാശയോടൊപ്പം നടക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് പരാമർശിച്ചു എന്ന് മാത്രം. ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. മാമോദീസ പുതിയ ജനനവും ശിഷ്യത്വത്തിന്റെ ആരംഭവും. ബാപ്റ്റിസം ന്യൂ ബർത്ത് ആൻഡ് കമൻസ്മെന്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. മാമോദീസ കേവലം സഭാംഗത്വം നേടാനുള്ള ഒരു ചടങ്ങ് മാത്രമല്ല, അത് ക്രിസ്തുവിലുള്ള പുതിയ ജനനവും, ന്യൂ ബർത്ത്, അവിടുത്തെ ശിഷ്യനായി ജീവിക്കാനുള്ള ആഹ്വാനവുമാണ്. പൗലോസ് അപ്പോസ്തലൻ മാമോദീസായെ ക്രിസ്തുവിനോടൊപ്പമുള്ള അടക്കപ്പെടലും ബറിയൽ, ഉയർത്തെഴുന്നേൽപ്പുമായും റിസറക്ഷനായും കാണുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിനെ പുതിയ ജനനമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ മാമോദീസായുടെ ലിറ്റർജിയിൽ ഈ രണ്ട് ചിന്തകളും ഒത്തുചേരുന്നുണ്ട്. അതുകൊണ്ട് മാമോദീസ തൊട്ടി, ബാപ്റ്റിസ്മൽ പോൺ ഒരേ സമയം ഏദൻ തോട്ടവും നഷ്ടപ്പെട്ട ജീവന്റെ വീണ്ടെടുപ്പ്, അതേസമയം
ഗോൽഗോഥായും ആണ്. പഴയ പാപപൂർണമായ സ്വയത്തിൻ്റെ മരണം. അവിടെ നമ്മിലെ പഴയ ആദാം മരിക്കുകയും പുതിയ ആകാശം, പുതിയ മാതാമായ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നാം പുതിയ ജനനം പ്രാപിക്കുകയും ചെയ്യുന്നു. മാമോദീസായിലൂടെ നാം ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക്, വേ ഓഫ് ലൈഫ്, കാൽവെക്കുകയാണ് ചെയ്യുന്നത്. ഒരു രാജാവ് അനാഥനായ ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ ചെയ്യുന്നത് വർഷങ്ങളായി ധരിച്ചിരുന്ന അഴുക്ക് പിടിച്ച പഴയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അനാഥത്വം അവസാനിക്കുകയും രാജകുമാരൻ എന്ന പുതിയ പദവിയും അവകാശങ്ങളും അവന് ലഭിക്കുകയും ചെയ്യുന്നു. ഇതുപോലെയാണ് മാമോദീസ. നമ്മുടെ പാപപൂർണമായ പഴയ വസ്ത്രങ്ങളെ മാറ്റി ക്രിസ്തു എന്ന പുതിയ വസ്ത്രത്തെ നാം ധരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. അത് നമ്മെ ദൈവത്തിൻ്റെ സ്വന്തം മക്കളും അവകാശികളുമാക്കുന്നു. ഈ പുതിയ ജനനം സാധ്യമാകുന്നത് ജലം വഴിയാണ്. ജലം ഇവിടെ ശുദ്ധീകരണത്തിൻ്റെയും പുതുജനനത്തിൻ്റെയും ഉപാധിയാകുന്നു. പട്ടക്കാരൻ ഈ ശുശ്രൂഷാക്രമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, പാപത്തിൻ്റെ സകല മലിനതയിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന യഥാർത്ഥമായ ശുദ്ധീകരണത്തിൻ്റെ ഉറവ നീ നൽകിയിരിക്കുന്നുവല്ലോ. അവിടെ വിശുദ്ധീകരിക്കപ്പെട്ടതായ ജലം, യേശു യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ജലം വിശുദ്ധീകരിക്കപ്പെട്ടു. ഒരു രാജാവ് എഴുന്നള്ളുമ്പോൾ വഴി അലങ്കരിക്കപ്പെടുന്നത് പോലെ ക്രിസ്തു ഇറങ്ങിയ ജലം ദൈവകൃപയുടെ ഉറവയായി മാറി. പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകത്തിലെ ജലരക്ഷയെക്കുറിച്ച് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചെങ്കടൽ കടക്കുന്ന അനുഭവത്തെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഇതെല്ലാം മാമോദീസായുടെ നിഴലുകളാണ്. ചെങ്കടൽ കടന്നത് മോശയുടെ നേതൃത്വത്തിലാണ്. എന്നാൽ അത് കഴിഞ്ഞ് 40 വർഷത്തെ മരുഭൂമിയിലെ യാത്രയ്ക്ക് ശേഷം വാഗ്ദത്ത നാടായ കനാനിലേക്ക് പ്രവേശിക്കുവാൻ ദൈവജനം യോശുവയുടെ നേതൃത്വത്തിലാണ് യോർദാൻ നദി കടന്നത്. ചെങ്കടൽ കടന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനമായതുപോലെ മാമോദീസ ജലം നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും യോർദാൻ കടന്നുള്ള പ്രവേശനം പോലെ നമ്മെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ജീവനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മാമോദീസയുടെ ജലം നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു. ജീവജലത്തിൻ്റെ വാഗ്ദാനം, പ്രോമിസ് ഓഫ് ലിവിങ് വാട്ടർ. ശമരിയ സ്ത്രീയോട് യേശു അരുളി ചെയ്തതുപോലെ ഈ വെള്ളം കുടിക്കുന്നൊരു നാളും ദാഹിക്കുകയില്ല. വരണ്ട നിലത്ത് ജലം വീഴുമ്പോൾ പുതിയ ജീവൻ മുളയ്ക്കുന്നത് പോലെ മാമോദീസ ജലം മനുഷ്യാത്മാവിൽ നിത്യജീവന്റെ നീരുറവ തുറക്കപ്പെടുകയാണ്. 2. മാമോദീസ ആധ്യാത്മിക യുദ്ധത്തിനുള്ള ബലം. ബാപ്റ്റിസം, അനോയിന്റിംഗ് വിത്ത് ഒലിവ് ഓയിൽ ആൻഡ് ദ സൈൻ ഓഫ് ദി ക്രോസ്, സ്ട്രെങ്ത് ഫോർ സ്പിരിച്വൽ ബാറ്റിൽ. വിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമായ മുദ്ര പതിപ്പിക്കുകയും, ഡിവൈൻ സീലിംഗ്, ലോകത്തിൻ്റെ മായകളെ തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ ബുദ്ധിയെ ഇല്ലുമിനേറ്റ് ചെയ്യുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. മാമോദീസായിലെ പ്രധാനപ്പെട്ട പ്രവർത്തികളിൽ 2 പേരിടലാണ്. അത് സഭയിൽ വെച്ച് നൽകുമ്പോൾ വിശുദ്ധ അനുഭവത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക് നാം ചേർക്കപ്പെടുകയാണ്. 2-ാമത്തേത് മുദ്രയിടലാണ്, സീലിംഗ്. മാമോദീസായിൽ വൈദികൻ നെറ്റിയിൽ കുരിശിൻ്റെ അടയാളത്തിൽ നമ്മെ മുദ്രയിടുന്നു. ഇത് നമ്മെ പൂർണ്ണ ശരീരവും പൂർണ്ണ ആത്മാവും ദൈവത്തിൻ്റെതാണെന്ന പ്രഖ്യാപനമാണ്. ആദ്യത്തെ മുദ്ര പട്ടക്കാരൻ സ്ഥാനാർത്ഥിയുടെ നെറ്റിയിൽ ചെറുവിരൽ കൊണ്ട് തൈലം കൂടാതെ കുരിശടയാളം വരയ്ക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നയാൾ മുദ്രയിടപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് ഇൻ ക്രൈസ്റ്റ്. തുടർന്ന് തൈലത്താലുള്ള മുദ്രയാണ്. അതിലുപയോഗിക്കുന്ന എണ്ണ സൈത്താണ്. വീണ്ടും ജനനത്താലുള്ള പുത്രത്വത്തിൻ്റെ ലക്ഷ്യമായി വിശുദ്ധ തൈലം കൊണ്ട് മുദ്രയിടപ്പെടുന്നു. ഈ കുരിശ് യേശുക്രിസ്തുവിലൂടെയുള്ള പുത്രത്വത്തെ കാണിക്കുന്നു. കുരിശടയാളം ഞാൻ ക്രിസ്തുവിൻ്റേതാണെന്നുള്ള പ്രഖ്യാപനമാണ്. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഒരു കർഷകൻ തൻ്റെ ആടുകളെ അടയാളപ്പെടുത്തി സ്വന്തമാക്കുന്നത് പോലെ കർത്താവ് നമ്മെ അവൻ്റെ സ്വന്തമായി വേർതിരിക്കുന്നു. ഒരു മഹാനായ ശില്പി താൻ വർഷങ്ങളെടുത്തുണ്ടാക്കിയ മനോഹരമായ ഒരു പ്രതിമയുടെ അടിയിൽ തൻ്റെ ഒപ്പ് അഥവാ സ്വന്തം മുദ്ര പതിപ്പിക്കാറുണ്ട്. ആ മുദ്ര കാണുന്ന ആർക്കും മനസ്സിലാകും ഇതാ പ്രശസ്തനായ ശില്പിയുടെ സൃഷ്ടിയാണ്.
ഇതിന് വലിയ വിലയുണ്ട്. അതുപോലെയാണ് ഈ മുദ്ര. കുരിശ് നിർമ്മിച്ചിരിക്കുന്നത് ഒലിവിൻ്റെ തടി കൊണ്ടാണെന്നാണ് പാരമ്പര്യം പറയപ്പെടുന്നത്. ഒലിവെണ്ണ ബൈബിളിൽ സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ്. കൂടാതെ ആധ്യാത്മികമായ പോരാട്ടത്തിനുള്ള ഒരുക്കമാണ്, സ്പിരിച്വൽ വാർഫെയർ. പുരാതന കാലത്ത് ഗുസ്തിക്കാർ എതിരാളിയുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ശരീരത്തിൽ എണ്ണ പുരട്ടിയിരുന്നത് പോലെ മാമോദീസായ്ക്ക് മുമ്പിലുള്ള സൈത്തഭിഷേകം, ഒലിവ് എണ്ണ പൂശുന്നത് സാത്താൻ്റെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിശ്വാസിയെ ആധ്യാത്മികമായ കവചം അണിയിക്കുകയാണ്. 3. മാമോദീസ വിശ്വാസ പ്രഖ്യാപനവും തിന്മയോടുള്ള എതിർപ്പും. ബാപ്റ്റിസം റെനൗൺസിയേഷൻ ഓഫ് ഈവിൾ ആൻഡ് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് ബൈ ദ ഗോഡ് പേരൻസ്. ജ്ഞാനമാതാപിതാക്കളുടെ ഏറ്റുപറച്ചിലൂടെ വലിയ വിശ്വാസ പ്രഖ്യാപനവും തിന്മയോടുള്ള എതിർപ്പും സൂചിപ്പിക്കുന്നു. ജ്ഞാനമാതാവ് അല്ലെങ്കിൽ പിതാവ് കുഞ്ഞിനു വേണ്ടി സഭയുടെ വിശ്വാസം ഇടത് വലത് കൈകളിലും തലയിൽ കൈവച്ചും പറയുന്നതിലൂടെ സാത്താനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നു. സംസാരിക്കാൻ കഴിയാത്ത വളരാത്ത കുഞ്ഞിനു വേണ്ടി ജ്ഞാനമാതാപിതാക്കൾ വിശ്വാസം ഏറ്റുപറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അനുവാദത്തോടു കൂടിയല്ല ആ കുഞ്ഞിന് പേരിടുന്നത്. ഒരു വീടിൻ്റെ അടിസ്ഥാനം മുകളിലല്ല താഴെയാണ് ഇടുന്നത്. അതുപോലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സഭ നൽകുകയാണ്. 4 പേരുടെ വിശ്വാസത്താൽ പക്ഷവാത രോഗി സൗഖ്യമായതുപോലെ, ശതാധിപന്റെ വിശ്വാസത്താൽ ബാല്യക്കാരൻ സൗഖ്യമായതുപോലെ, കുഞ്ഞിൻ്റെ വിശ്വാസയാത്രയിൽ സഭയും കുടുംബവും കൂട്ടായി പങ്കുചേരുകയാണ്. ഇടത് വലത് കൈകൾ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം ഇടത് കൈ ഉപേക്ഷണത്തിനും വലത് കൈ സ്വീകരണത്തിനും ഉപയോഗിക്കുന്നത് ക്രിസ്തു പ്രസ്താവിച്ച 2 വഴികളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ പഴയ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം സ്വീകരിക്കുന്നതിന് ദൃശ്യാവിഷ്കാരമാണിത്. ജ്ഞാനമാതാപിതാക്കൾ കുഞ്ഞിൻ്റെ തലയിൽ കൈവയ്ക്കുന്നത് ആ കുഞ്ഞിൻ്റെ ആധ്യാത്മിക വളർച്ചയിൽ സഭയൊന്നാകെ, കുടുംബമൊന്നാകെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. 3 പ്രാവശ്യമുള്ള ആവർത്തനം പത്രോസിൻ്റെ പുനഃസ്ഥാപനത്തെയും വിശ്വാസത്തിലുള്ള പൂർണ്ണമായ ദൃഢമായ ഉടമ്പടിയുമാണ്, ഉറപ്പിനെയുമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ മാമോദീസായിലെ ഓരോ പ്രാർത്ഥനയും ഓരോ പ്രഖ്യാപനങ്ങളും അർത്ഥവും ആഴവും നൽകുന്ന അനുഭവമാണ്. 4. മാമോദീസ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും പങ്കാളിത്തം. ബാപ്റ്റിസം യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. പട്ടക്കാരൻ തൃത്വത്തിന്റെ നാമത്തിൽ ജലത്തിൽ മാമോദീസ മുക്കുന്നു. മരണവും ഉയർപ്പും, ഡെത്ത് ആൻഡ് റിസറക്ഷൻ. ജലത്തിൽ മാമോദീസ മുക്കുന്നത് തൃത്വനാമത്തെയും ക്രിസ്തുവിന്റെ 3 ദിവസത്തെ കലറവാസത്തെയും സൂചിപ്പിക്കുന്നു. മണ്ണിൽ കുഴിച്ചിട്ട വിത്ത് പുതിയ ചെടിയായി മുളയ്ക്കുന്നത് പോലെ ജലത്തിൽ മുങ്ങുന്നത് പഴയ മനുഷ്യന്റെ മരണവും ഉയരുന്നത് പുതിയ ജീവന്റെ ആരംഭവുമാണ്. സഭയിലെ ഓരോ വ്യക്തിയുടെയും വിശുദ്ധിയും പാപവും സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ്. അതിനാൽ നമുക്ക് പരസ്പരം ഉത്തരവാദിത്വമുണ്ട്. ഒരു ഭിത്തി നിർമ്മിക്കുമ്പോൾ വയ്ക്കുന്ന ഓരോ ഇഷ്ടികയും തനിച്ചല്ല നിൽക്കുന്നത്. അവ ഓരോന്നും മണ്ണും സിമെന്റും കൊണ്ട് പരസ്പരം ഉറപ്പിച്ച് നിർത്തപ്പെടുന്നു. ഒരു ഇഷ്ടികയ്ക്ക് സ്ഥാനചലനം സംഭവിച്ചാൽ അത് ഭിത്തിയുടെ മുഴുവൻ ഉറപ്പിനെയും ബാധിക്കും. അതുപോലെ ക്രിസ്തു എന്ന അടിസ്ഥാന മൂലക്കല്ലിന്മേൽ നമ്മൾ ഓരോരുത്തരും മാമോദീസയാകുന്ന കൂട്ടായ്മയാൽ കെട്ടി ഉയർത്തപ്പെട്ടതായ ദൈവത്തിൻ്റെ ജീവനുള്ള മന്ദിരമാണ്. അതുകൊണ്ട് നാം ഒറ്റയ്ക്ക് ദൈവരാജ്യത്തിലേക്ക് നടക്കാനാവുകയില്ല. സഭയാകുന്ന കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് വിശുദ്ധ മാമോദീസ എന്ന കൂദാശ ഓരോ വ്യക്തിയെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മാമോദീസ വിശുദ്ധ മൂറോൻ അഭിഷേകവും പരിശുദ്ധാത്മാവിന്റെ മുദ്രയും. ബാപ്റ്റിസം അനോയിന്റിംഗ് വിത്ത് ദ ഹോളി മൂറോൺ ആൻഡ് ദ സീൽ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. മാമോദീസായ്ക്ക് ശേഷം പട്ടക്കാരൻ വിശുദ്ധ മൂറോൻ കൊണ്ട് നെറ്റി, നെഞ്ച്, ഇരുകരങ്ങൾ, ഇരുപാദങ്ങൾ എന്നിവയിൽ മൂറോൻ അഭിഷേകം ചെയ്യുന്നു. വിശുദ്ധ മൂറോൻ മെത്രാപ്പൊലിത്തായുടെയും മറ്റ് എപ്പിസ്കോപ്പമാരുടെയും സാന്നിധ്യത്തിൽ പ്രത്യേക പ്രാർത്ഥനകളിലൂടെ തയ്യാറാക്കുന്ന ഏറ്റവും പവിത്രമായ സുഗന്ധ തൈലമാണ് വിശുദ്ധ മൂറോൻ.
ഇതിന്റെ നിർമ്മാണത്തിന് സാധാരണയായി 9 പ്രധാനപ്പെട്ടതായ ചേരുവകൾ, സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ആത്മാവിന്റെ 9 ഫലങ്ങളെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെയും ദാനങ്ങളുടെയും ഫലങ്ങളെ പ്രാപിക്കുന്നതിന്റെ പ്രതീകമായി ഇത് കരുതപ്പെടുന്നു. മാത്രമല്ല, ഇതൊരു രാജകീയ മുദ്രയാണ്. വിശുദ്ധ മൂറോൻ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. രാജകീയ രേഖയിൽ, ഗവൺമെന്റ് രേഖകളിൽ മുദ്ര പതിപ്പിക്കുന്നത് പോലെ ദൈവം വിശ്വാസിയെ തന്റെ സ്വന്തമായ മുദ്ര സ്വന്തമാക്കി മാറ്റുകയാണ്. പൂർണ്ണമായ ഒരു സമർപ്പണമാണ്. ടോട്ടൽ കോൺസിഗ്രേഷൻ. ചിന്ത, അതാണ് നെറ്റിയിൽ വരയ്ക്കുന്നതിന്. ഹൃദയത്തിന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, അതാണ് നെഞ്ചിൽ. പ്രവൃത്തികൾ, കൈകൾ സൂചിപ്പിക്കുന്നത്. ജീവിത വഴി, അതാണ് പാദങ്ങളെ സൂചിപ്പിക്കുന്നത്. ഇവയിലൂടെയുള്ള അഭിഷേകം ഒരു മനുഷ്യന്റെ സമഗ്ര ജീവിതത്തെയും ദൈവത്തിനായി സമർപ്പിക്കുന്നതിനെ കാണിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗത്തിന്റെ ഉടമയാക്കി മാറ്റുകയാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ്. പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്തിരുന്നു. വിശുദ്ധ മൂറോനിലൂടെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ പങ്കാളിയാവുകയും രാജകീയ പുരോഹിത വർഗമായി മാറുകയും ചെയ്യുകയാണ്. മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ പ്രാപിച്ച് സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളമായിട്ട് ഈ മുദ്ര മാറുകയും ചെയ്യുകയാണ്. 6. വിശുദ്ധ മാമോദീസ മാതാപിതാക്കളുടെയും ജ്ഞാനമാതാപിതാക്കളുടെയും കടമകളും ഉത്തരവാദിത്വവും. ബാപ്റ്റിസം, ദ സീക്രട്ട് റെസ്പോൺസിബിലിറ്റി ഓഫ് പേരൻസ് ആൻഡ് ഗോഡ് പേരൻസ്. പട്ടക്കാരൻ പ്രബോധിപ്പിക്കുന്നുണ്ട് അവസാനം, പൈതങ്ങൾ വളർന്നു വരുന്നതനുസരിച്ച് കർത്താവ് യേശുമിശിഹായുടെ വിശ്വാസത്തിലും സഭയുടെ ഉപദേശത്തിലും അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ഡ്യൂട്ടി ടു നെർച്ചർ. വളർത്തലിനൊരു കടമയുണ്ട്. ചെടിക്ക് തോട്ടക്കാരൻ ദിവസവും വെള്ളം ഒഴിക്കുന്നത് പോലെ ദൈവജനത്താലും പ്രാർത്ഥനയാലും കുഞ്ഞിന്റെ വിശ്വാസത്തെ വളർത്തണം. മാതൃകാ ജീവിതം നയിക്കണം. വാക്കിലും പ്രവൃത്തിയിലും മാതാപിതാക്കൾ മാതൃകയായിരിക്കണം. കുട്ടി കണ്ണാടിയിൽ എന്ന പോലെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത്. സ്വന്തമായ ഏറ്റുപറച്ചിൽ, പേഴ്സണൽ ഫെയ്ത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരണം. ഇന്ന് മാമോദീസായിലൂടെ ജ്ഞാനമാതാപിതാക്കൾ ഏറ്റുപറഞ്ഞ വിശ്വാസം നാളെ കുട്ടി സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. വിശുദ്ധ മാമോദീസായുടെ ദൗത്യം, മിഷൻ ഓഫ് മാമോദീസ, അത് വലിയ ഉത്തരവാദിത്വമാണ്. മാമോദീസയുടെ തുടർച്ചയാണ് വിശുദ്ധ കുർബാന. മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി ഏറ്റുപറഞ്ഞ വിശ്വാസം ഈ കുട്ടി തന്നെ സഭാമധ്യേ ഏറ്റുപറയുന്ന അനുഭവത്തിലേക്ക് വളർത്തുന്ന ഒരു മിഷൻ. ആ മാമോദീസയുടെ ദൗത്യം നമ്മളിലൂടെയൊക്കെ പൂർണ്ണമാകണം. അവസാനത്തെ ആശീർവാദത്തിൽ പറയുന്നത് പോലെ, കൃപയുടെ സ്നാനത്താൽ ലോകത്തിൽ പ്രകാശങ്ങളെ പോലെ ശോഭിക്കാൻ വിളിക്കപ്പെട്ടവരായുള്ളവരെ ശക്തിപ്പെടുവീൻ. നാം സ്വീകരിച്ച ഈ മഹത്തായ കൂട്ടായ്മയ്ക്ക് യോഗ്യരായി ജീവിക്കുവാൻ ദൈവം നമുക്ക് കരുത്ത് പകരണം. മാമോദീസായിലൂടെ ഓരോ നിമിഷവും വെറും ആചാരങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ദൃശ്യമായ അടയാളങ്ങളാണ്. ആ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ, അതിന് ശക്തി പ്രാപിക്കുവാൻ ദൈവം നമ്മയൊക്കെ സഹായിക്കട്ടെ. 6 ആശയങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പുതിയ ജനനവും ശിശുത്വത്തിൻ്റെ ആരംഭവും, ആത്മീയ യുദ്ധത്തിനായുള്ള ബലം, ജ്ഞാനമാതാപിതാക്കളുടെ ഏറ്റുപറച്ചിലൂടെ വിശ്വാസ പ്രഖ്യാപനവും തിന്മയോടുള്ള എതിർപ്പും, ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലും പങ്കാളിത്തം, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും മൂറോൻ അഭിഷേകവും, മാതാപിതാക്കളുടെ കടമകളും ഉത്തരവാദിത്വവും. ഓരോ മാമോദീസായിലൂടെയും സഭയിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ശക്തപ്പെടുവാനും ബലപ്പെടുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.